നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് വിജയശതമാനം കുറവുള്ളതുകൊണ്ട് ഒരുപക്ഷെ ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കുവാനായിട്ട് ലഭിച്ച വിദ്യാലയത്തിൽ പ്രവേശനം നേടേണ്ടതായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനാണ് യോഗമുള്ളത്. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും നിരുപാധികം പിന്മാറി സ്വന്തമായിട്ട് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഉദ്യോഗം ഉപേക്ഷിച്ച് പുതിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ വ്യവസായം, വ്യാപാരം എന്നിവ തുടങ്ങണമോ എന്ന പല ധാരണയുണ്ടാകുമെങ്കിൽ പോലും മാതാപിതാക്കളുടെയും ജീവിത പങ്കാളിയുടെയും നിർബന്ധത്താൽ ജോലി ഉപേക്ഷിക്കുക എന്ന തീരുമാനത്തിൽ നിന്നും തൽക്കാലം പിന്മാറുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വ്യാപാര മേഖലയെ പറ്റിയിട്ട് അന്വേഷിക്കുവാനും ആ ഒരു മേഖല ജോലിയോടൊപ്പം ശനി, ഞായർ എന്ന ദിവസങ്ങളിൽ അനുവർത്തിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട ഈ ഒരു മാസത്തിൽ കൂടുതൽ യാത്രകളും ബുദ്ധിമുട്ടുകളും വേണ്ടി വരുന്ന ഒരു വിഭാഗം ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. യാത്രാവേളയിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. വേണ്ടപ്പെട്ടവരും ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവരും വിപരീതമായി തീരുന്നത് വഴി മനസ്സിന് വ്യാകുലത ഉണ്ടാകുമെങ്കിൽ പോലും അതൊരു പ്രകൃതി നിയമമാണ് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിയിൽ ഒരുപക്ഷെ വസ്തുതർക്കം പരിഹരിക്കുന്നതിനായിട്ട് ഭാഗമായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ആർഭാടങ്ങൾക്ക് മക്കൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ സാധ്യത കാണുന്നു. അനുഭവജ്ഞാന മേഖല അനുഭവജ്ഞാനമുള്ള കരാർ ജോലികൾ ഏറ്റെടുക്കുവാനും ഒരുപക്ഷെ ഒരു കൊല്ലത്തിന് ശേഷം പൂർത്തീകരിക്കുന്ന കരാർ ജോലികളാണ് എങ്കിൽ അത് സ്വീകരിക്കാം. സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കേണ്ടതുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റെടുക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ചികിത്സയോടൊപ്പം തന്നെ ആയുർവേദ, പ്രകൃതി ചികിത്സകളും യോഗയും പ്രാണായാമമൊക്കെ തന്നെ ശീലിക്കാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ ഈ ഒരു മാസത്തിൽ അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. നഷ്ടസാധ്യതകളെ വിലയിരുത്തി വ്യാപാരത്തിന്റെ ഉപവിഭാഗങ്ങൾ ഒഴിവാക്കുവാൻ സാധ്യത കാണുന്നു. വസ്തുതകൾക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുവാനൊരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ സ്വന്തം നിലയിൽ അത്ര തന്നെ നേട്ടമില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീർന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് ആരോഗ്യക്കുറവ് അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം. പ്രത്യേകിച്ചും പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ അബദ്ധമായി തീരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ ഒരു വർഷം കർമ്മമണ്ഡലങ്ങളിൽ പ്രതീക്ഷിച്ചതിലുപരി നേട്ടമുണ്ടായിരുന്നു. ഈ ഒരു മേഖല തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിട വരുമെങ്കിൽ പോലും പ്രചരണ രീതികളിൽ ആധുനിക സംവിധാനം അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ചർച്ചകൾ, സന്ധി സംഭാഷണം മുതലായവയിലൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് വഴി ഒരുപക്ഷെ ഇനി അത് ജൂലൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ് എന്നീ മാസങ്ങളിൽ പോലും ആദ്യം ഇതെല്ലാം തന്നെ ആവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മാതാവിന്റെ അസുഖ നിമിത്തം അന്യനാട്ടിൽ നിന്നും മാതാപിതാക്കൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ജോലിക്ക് അപേക്ഷ നൽകുവാൻ അവസരം വന്നു ചേരും. ക്ഷമിക്കാനും സഹിക്കുവാനുമുള്ളൊരു കഴിവ് ഏതൊരു വിപരീതമായുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പിതൃതുല്യനായിട്ടുള്ള ബന്ധുവിന്റെ അകാല വിയോഗം അതീവ ദുഃഖത്തിന് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട്. ചിന്തകൾക്ക് അതീതമായി അവസരങ്ങൾ പലതും വന്നു ചേരുമെങ്കിൽ പോലും
പലതും പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും തൊഴിൽ ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സജ്ജന സംസർഗത്താൽ മിഥ്യാധാരണകളും അബദ്ധധാരണകളെല്ലാം ഒഴിവാക്കുവാൻ സാധിക്കും. സുതാര്യതയുള്ള സമീപനത്താൽ ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് യോഗം കാണുന്നുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി സഹകരിക്കാൻ അവസരം വന്നു ചേരും. ചിത്രം, വര, ശില്പവിദ്യ, കലാകായിക രംഗങ്ങൾ എന്നിവയിൽ പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ 6 മാസത്തിന് ശേഷം നടക്കുന്ന മത്സര രംഗങ്ങളുടെ മുന്നോടിയായിട്ട് പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. അന്യദേശത്തോ വിദേശത്തോ താമസിക്കുന്ന ചിലർക്ക് 3 മാസത്തിൻ്റെ ഉള്ളിൽ ജോലി നഷ്ടപ്പെടും എന്ന സൂചന ഉദ്യോഗസ്ഥലത്തു നിന്നും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് മറ്റ് ജോലികളൊക്കെ അപേക്ഷിക്കാനും സുഹൃത്തുക്കളെ കാണുവാനും കാര്യങ്ങളെല്ലാം ധരിപ്പിക്കാനും അവസരം വന്നു ചേരുവാനും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ഒരു പക്ഷേ സ്വല്പം അധിക ചെലവ് ഉണ്ടായിത്തീരുമെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിൽ നന്നായിരിക്കും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം അഥവാ സ്ഥാനമാനങ്ങൾ എന്നിവയൊക്കെ തന്നെ കാലതാമസം വന്നു എന്ന് വരാം. ജനങ്ങൾക്ക് സ്വീകാര്യത വന്നു ചേരുന്ന ഒരവസ്ഥ വന്നു ചേരുവാൻ 6-7 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. സഹപാഠികളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരം വന്നു ചേരുമെങ്കിൽ പോലും വാഹന ഉപയോഗത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു പക്വതയും ക്ഷമയും ആത്മസംയമനവും പാലിക്കേണ്ടതാണ്. പരിശീലനക്കുറവിനാൽ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നത് 3-4 മാസത്തിന് ശേഷമായിരിക്കും ഏറ്റവും നന്നാവുക. നിലവിലുള്ള ജോലിയിൽ പ്രത്യേകിച്ച് ഇനി മുതൽ സ്ഥാനക്കയറ്റമൊന്നും ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഹ്രസ്വകാല പാഠ്യപദ്ധതികളൊക്കെ അഥവാ തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതികളൊക്കെ ചേരുവാൻ അവസരം വന്നു ചേരും. വികസിത രാഷ്ട്രത്തിലേക്ക് സകുടുംബം സ്ഥിരതാമസമാക്കുവാനുള്ള ഒരു അനുമതി ലഭിക്കുമെങ്കിൽ പോലും കൂടുതൽ പണം അടയ്ക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് സ്വല്പം ആശങ്ക വർദ്ധിക്കും. എന്നിരുന്നാൽ പോലും കടം വാങ്ങിയാണെങ്കിലും ഈ ഒരു ഫീസ് അടയ്ക്കുന്നത് ഗുണകരമായി തീരുവാൻ തന്നെയാണ് ഭാവിയിലേക്ക് സാധ്യതയുള്ളത്. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം സ്വല്പം മനസ്സിന് സമാധാനക്കേട് അഥവാ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളെ ഉണ്ടാക്കുമെങ്കിൽ പോലും സുഹൃത്തിന്റെ സഹായങ്ങൾ അതേപോലെ തന്നെ സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങളൊക്കെ തന്നെ ഇതിനെ എല്ലാം അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനും ജൂൺ മാസം പകുതി മുതൽ പൂർണ്ണതയിലെത്തിക്കുവാനും സാധിക്കുന്നതുമാണ്. പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ സുഖദുഃഖങ്ങളെ ഒരുപോലെ സ്വീകരിക്കുവാനുള്ളൊരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം വന്നു ചേരുന്നത് വഴി ബന്ധുമിത്രാദികളിൽ നിന്നുള്ള എതിർപ്പുകളെ പോലും അതിജീവിക്കുന്നതിന് പോലും സാധ്യത കാണുന്നുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. മാതാപിതാക്കളുടെ പ്രായാധിക്യം മനസ്സിലാക്കിക്കൊണ്ട് ഇനി മുതൽ അവരെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തീരുമാനിക്കുവാനിടവരും. നിലവിലുള്ള ഗൃഹത്തിൽ താമസിച്ചുകൊണ്ട് നേട്ടമില്ലാത്തതുകൊണ്ടും ഒരുപക്ഷെ ചിലർക്ക് സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. മറ്റു ചിലർക്ക് ആ ഗൃഹത്തിൽ നിന്നും പോയി കഴിഞ്ഞാൽ ഒരു ജോലിയിൽ സംതൃപ്തി കുറവായിരിക്കാം. വേറെ ചിലർക്ക് വിമ്മിഷ്ടം ഉണ്ടാകുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഏത് പ്രകാരത്തിലും ഇങ്ങനെയുള്ള 3 തരത്തിലോ ഇതിൽ കൂടുതൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം പരിവർത്തനങ്ങൾ നടത്തുവാനായിട്ട് തീരുമാനം കൈക്കൊള്ളുവാനും ഒരുപക്ഷെ മാതാപിതാക്കളുടെ നിർബന്ധം തന്നെ ആയിരിക്കാം ഇതിന് ഉപോത്ബലകമായി തീരുന്നത്. ഇങ്ങനെ അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. നിയമപാലകന്റെ സഹായത്തോടുകൂടി കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കാൻ അവസരം വന്നു ചേരും.
ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളൊക്കെ വിഭാവനം ചെയ്യുവാൻ ഇടയുണ്ട്. എന്നാൽ സ്വന്തം പണം മുതൽ മുടക്കുന്നതിന് പകരം മറ്റൊരാൾ പണം മുതൽ മുടക്കുകയും നിശ്ചിത ശമ്പളവും അതിലുപരി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ സ്വീകരിക്കാവുന്നതുമാണ്. ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ജന്മനാട്ടിലെ സുഹൃത്തുക്കളെ കാണുവാൻ സാധ്യത കാണുന്നുണ്ട്. മോഹന വാഗ്ദാനങ്ങളിൽ നിന്നും പിന്മാറുക തന്നെ ആയിരിക്കുന്നാവുക. സർവർക്കും തൃപ്തിയായ നിലപാട് അവലംബിക്കുന്നത് വഴി, അതായത് പ്രസ്ഥാനത്തിൽ പുതിയ ഭരണ സംവിധാനം അവലംബിക്കുന്നത് വഴി ചിലർക്കൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും ഭൂരിപക്ഷം പേർക്കും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളായതുകൊണ്ട് സർവാത്മന സ്വീകരിക്കുവാൻ ഇടയുണ്ട്. സമാന ചിന്താഗതിയിലുള്ളവരുമായിട്ട് സംസർഗത്തിലേർപ്പെടുവാനും പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. വ്യവഹാര വിജയത്താൽ അർഹമായിട്ടുള്ള പിതൃസ്വത്ത് ലഭിക്കാൻ സാധ്യത കാണുന്നു. അഹംഭാവം ആവുന്നതും ഒഴിവാക്കണം. എല്ലാ കാര്യങ്ങളിലും ഒരു ക്ഷമയും ആത്മസംയമനവും ഉണ്ടാവണം എന്ന് സൂചിപ്പിക്കുന്നു. അവിചാരിതമായിട്ട് പകർച്ചവ്യാധി പിടിപെടുവാനും ഈ പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.